ശരിക്കും അമ്മേ ഇത് ഭാഗല്ല. വളരെ വളരെ. അപ്പോൾ ഇന്നത്തെ വീട്ടിൽ വേറെ ഒന്നല്ല, വെട്ടിക്കൂട്ടലാണ്. ആ വെട്ടൊത്തിയൊന്നും കണ്ട ആരും പേടിക്കണ്ട. ഇത് വേറെ ഒന്നല്ല, ഇത് ഞങ്ങളുടെ പള്ളിക്ക് വേണ്ടി കുരിശുണ്ടാക്കാനുള്ള പരിപാടിയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഇവിടെയുള്ള പടയാളികളും ഈശോയും പിന്നെ ശിഷ്യന്മാരും എല്ലാവരും കൂടി ഒരുമിച്ചാണ് ഇത് വെട്ടാൻ പോണത്. കാരണം സാധാരണ പള്ളികളിൽ അങ്ങനെയാണല്ലോ വരാറ്. അപ്പോൾ ഞങ്ങളിങ്ങനെ തന്നെ ഞങ്ങൾ ടീമായിട്ട് തന്നെ ഇറങ്ങി കുരിശ് വെട്ടാനായിട്ട് ഇറങ്ങിയിട്ടാ. മരം മാറിക്കണതായിരുന്നു കേട്ടാ. മരം മേത്തോടെ വീട് വെച്ചിട്ട് നീങ്ങിക്കണതാണ്. പിന്നെ അതിൻ്റെ അപ്പുറത്തും ആൾക്കാരുണ്ട്. അപ്പം ഞങ്ങളൊരു പറമ്പിൽ കയറിയിട്ടാണ് വെട്ടാൻ വന്നത്. അപ്പോൾ നമ്മുടെ കസിൻ്റെ പറമ്പ് തന്നെയായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് നേരെ കിടക്കാന്ന് വെച്ചു. നമുക്ക് പാകത്തിനുള്ള നല്ലൊരു മരം കിട്ടി. അങ്ങനെ ഞങ്ങൾ വെട്ടിക്കഴിഞ്ഞു. അതിനുശേഷം ഞാൻ കൈയൊക്കെ വെച്ച് അളന്ന് നോക്കി. എൻ്റെ അളവിനൊക്കെ ഏകദേശം കറക്റ്റായി മനസ്സിലായപ്പോൾ ഞങ്ങൾ വീണ്ടും പീസാക്കാൻ തുടങ്ങി. അടുത്ത ഘട്ടം വെട്ട് തുടങ്ങിയിട്ടാ. പിന്നെ സമ്മാനം നല്ല രീതിയിൽ ചൊറിച്ചിലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കാരണം എന്തൊക്കെയാണ് അവിടെ പറമ്പിൽ നിൽക്കുന്നതെന്ന് അറിയില്ല. അപ്പോഴാണ് വേറൊരു സാധനത്തിനെ കണ്ടെത്തിയത്. ഇപ്പോൾ എന്തൊരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആശേരി എന്നൊക്കെയാണ് ഇതിനെ പറയണേ. നിങ്ങൾക്ക് എന്തിട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ പറഞ്ഞോട്ടെ കമൻറ്റിൽ. പിന്നെ ഞങ്ങൾ തിരിച്ച് കടത്താനുള്ള പരിപാടി. താങ്ങും കരങ്ങളുണ്ട്. താങ്ങട്ടെ. ആ നീ വീഡിയോ എടുത്തപ്പോ ഒന്നുള്ള കള്ള അങ്ങനെ എന്റെ തുണി തന്നെ. പിന്നെ ഞങ്ങൾ സാധനം നേരെ എടുത്തു പള്ളിയിലേക്ക് നടത്തായിട്ടാ. അവിടെ നിന്ന് കുറച്ച് നേരം പള്ളിയിലേക്ക്. അപ്പം ഞങ്ങൾ കുരിശിൻ്റെ തലിമാല കൂടി എടുത്ത് അങ്ങോട്ട് നടത്താൻ തുടങ്ങി. അപ്പോൾ നേരത്തെ ഫോൺ വിളിച്ച് അവൻ പറഞ്ഞ വേറെ ഒന്നല്ല, കുടിക്കാനുള്ള വെള്ളം എന്തെങ്കിലും ഫുഡ് വാങ്ങിച്ചുകൊണ്ടിരാണ് പറഞ്ഞത്. കാര്യമായിട്ടുള്ള ഫുഡൊന്നുമില്ല, എന്തെങ്കിലും ചെറുതായിട്ട് ഞങ്ങൾ സാധാരണ ചെയ്യാനുള്ള പരിപാടിയാണത്. അങ്ങനെ ഞങ്ങൾ നേരെ പള്ളിയിലേക്ക് എത്തി. പള്ളിയിലേക്ക് നേരെ സാധനം കൊണ്ടുവിടാനുള്ള പരിപാടികളായി. അതൊക്കെ കൊണ്ടിട്ടിട്ട് ഞങ്ങൾ വണ്ടികളൊക്കെ പറമ്പിൽ തന്നെ വെച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അതെടുക്കാനായിട്ട് റിട്ടേൺ വീണ്ടും നടന്നു. അപ്പോഴാണ് നമ്മുടെ ചെക്കനെ നമ്മളെ സാധനം വാങ്ങാൻ പറ്റുന്നായിരുന്നത്. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളതൊക്കെ കുടിച്ച് സെറ്റായി നേരെ അടുത്ത പരിപാടികൾ പ്ലാൻ ചെയ്തു. മുൾക്കിരീടം. ഞങ്ങൾ നേരെ എടുത്ത സാധനം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബോഗൻവില്ലയാണ്. അവനെ നേരെ കുരിശുണ്ടാക്കണ പരിപാടിയാണ്. സംഭവം എങ്ങനെയുണ്ട് കാണാനായിട്ട്? നൈസല്ലേ സംഭവം? 3 പേര് പിടിച്ചാണത്, വേറെ ഒന്നുമല്ല കേട്ടോ. വീഡിയോയ്ക്ക് വേണ്ടി ചെയ്തതല്ല സംഭവം. അതങ്ങനെ ഒരെണ്ണം തീർച്ച് കഴിഞ്ഞാൽ കണ്ണും മൂക്കും പോണ വഴി അറിയില്ല. പിന്നെ അങ്ങനെയൊക്കെ സെറ്റാക്കി എൻ്റെ തലയിൽ വെക്കാനുള്ള പരിപാടിയായിട്ടാ. ഇത് ഭാഗല്ല. വളരെ വളരെ. പിന്നെ ഞങ്ങൾ അതിൻ്റെ പരിപാടിക്ക് കഴിഞ്ഞ് നേരെ മുൻകിരീടൊക്കെ തല വെച്ച് നോക്കി സെറ്റാണ്. അത് കഴിഞ്ഞിട്ട് നേരെ വൈകുന്നേരമായി വീണ്ടും ഞങ്ങൾ കുരിശിൻ്റെ പണി തുടങ്ങി. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ടേബിളൊക്കെയുള്ള പരിപാടികൾ സെറ്റാക്കണമല്ലോ. അതാണ് ഇന്നത്തെ വിശേഷം. അപ്പോൾ ബാക്കി കുരിശുമ്മ കയറിയിട്ടുള്ള വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ കാണിക്കാം കേട്ടോ. അപ്പോൾ ഞങ്ങൾ വീണ്ടും പണികളൊക്കെ തുടങ്ങട്ടെ. ഇങ്ങനെ വീഡിയോ എടുത്തിരുന്നു കഴിഞ്ഞാൽ നേരം പോവും. അപ്പോൾ ഞങ്ങൾ പണികൾ വീണ്ടും തുടങ്ങുകയാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം കേട്ടോ. ഓക്കെ ബൈ.